രതീഷാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ രതീഷ്, ഈ ബി എൽ ഒമാർ നേരിടുന്ന ഒരു സമ്മർദ്ദം, അത് അങ്ങനെ ഇത്ര കടുത്ത ടാർഗറ്റൊക്കെ കൊടുത്ത് കടുത്ത പണിയൊക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്തി അങ്ങനെ നടപ്പാക്കേണ്ട ഒന്നാണോ ഈ SIR? പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ലോഡിംഗ് പണി കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ട് കയറുള്ളൂ, വീട്ടിലേക്ക് കയറണുള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിളിച്ചു തന്നിരുന്നു കൊച്ച്. അപ്പോ ഈ ലോഡിംഗ് പണി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്ന് ഈ പണി തടിയൊക്കെ ചോന്നിട്ടേ എനിക്ക് ആകെ പാടാണെന്നും പറഞ്ഞ് ഞാനിവിടെ കിടന്ന് ആത്മഹത്യ ചെയ്ത് എത്ര പേര് സമരത്തിന് വേണ്ടി ഇറങ്ങും? പണിയെടുത്തല്ല കാശിട്ടുള്ളൂ. ഇവർക്ക് കിട്ടുന്ന കാശും ശമ്പളവും കാര്യങ്ങളും ഇവരുടെ ജോലി, അലവൻസ്, ബോണസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് പണിയെടുക്കാൻ പാടാണ് എന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരു നേതൃത്വമാണോ? അതിനുവേണ്ടി സമരത്തിന് വേണ്ടി ഒരു ദിവസം പണിയെടുക്കാതെ പോകുന്നു. ഒരു ദിവസം അവർ പണിയെടുക്കാതെ സമരത്തിന് വേണ്ടി പണിക്കെടുക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? വേറൊരു സ്റ്റേറ്റിലും ആത്മഹത്യയുമില്ല, സമരവുമില്ല. എല്ലാവരും ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ജോലിക്കാരാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്. ഈ നിയമസഭാ ഇലക്ഷനും ഡ്യൂട്ടികൾ ഉണ്ടാവും. അത് ചെറിയ ബിലോമാർക്ക് മാത്രമല്ല, ആശാപ്രവർത്തകർക്ക് അടക്കം, അംഗൻവാടി ജീവനക്കാർക്കടക്കം എല്ലാവർക്കും ഡ്യൂട്ടികൾ ഉണ്ടാവും. ഇല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ ഡ്യൂട്ടികൾ ഉണ്ടാവും. അപ്പൊ അതിന് ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ തയ്യാറാവണം, പണിയെടുക്കാൻ തയ്യാറാവണം മനുഷ്യന്മാര്. അത് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പോകണം. അതല്ലാതെ ഞാനിപ്പോ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വേറെ കുറെ പേര് സമരത്തിന് ഇറങ്ങുകയാണോ തടിപ്പണിക്കാർ ചെയ്യണത്? അപ്പൊ അതുപോലെ ഇവരുടെ സമരമൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കള്ളത്തര സമരമാണ്. അതുകൊണ്ട് ഈ സമരത്തിനോടും കാര്യങ്ങളോടും ഒന്നും ആർജിക്കാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഇത്രയും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പാടാണ്, സമ്മർദ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ട് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ രതീഷ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷെ നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അയാളുടെ ആത്മഹത്യയൊക്കെ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ച് ഓരോരുത്തരുടെ വ്യക്തിപരമായ മാനസികാവസ്ഥ, അതിനെ മാത്രം നമ്മൾ ഒരിക്കലും മോശമായി പറയരുത്. അത് താങ്കൾ പറഞ്ഞ പൊതുവികാരത്തെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. പൊതുവികാരം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്. പക്ഷേ നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ആത്മഹത്യ പറഞ്ഞാൽ ഈ കാരണങ്ങളുടെ പുറത്ത് ആത്മഹത്യ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ശ്രീ രതീഷ്, നമ്മളെ ഏത് മനുഷ്യരും നമ്മൾ എന്തെല്ലാം കുറ്റം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവന്റെ ജീവനാണ്. ശ്രീ രതീഷ്, ഒരു മിനിറ്റ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്റെ ജീവൻ ഇനി വേണ്ട, ഞാനിനി ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ചിലപ്പോൾ അവന്റെ മാനസികമായ ദൗർബല്യം കൊണ്ടാവും, പല പല കാരണങ്ങൾ കൊണ്ടാവും. അത് ആ സമയത്ത് അങ്ങനെ എടുക്കേണ്ട ഒരാൾ ആ ജീവൻ പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്നെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അത് പലതരം മാനസികാവസ്ഥയായിരിക്കും. അവർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക, അവരെ സ്നേഹപൂർവ്വമായി ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചു പോരുന്നത്. ശരി ശ്രീ രതീഷ്, നമ്മൾ പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെയൊക്കെ കുറ്റം പറയാറുണ്ട്. ചില സ്നേഹനിധികളായ ഭാര്യമാരും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സമയത്തുള്ളൊരു പൊതുപ്രവർത്തകനായ താങ്കൾക്ക് കുറെ കൂടി വ്യക്തമായി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ BLOമാർക്ക് ഒരു വാർഡിൻ്റെ മുഴുവൻ ചുമതല കൊടുക്കുക, ആ വാർഡിൽ എല്ലായിടത്തും പോയി ആ വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് ഈ ഫോം കൊടുത്ത് ഫോം പൂരിപ്പിച്ച് വാങ്ങി അതുമായി താരതമ്യം ചെയ്ത് ജോലിയെല്ലാം ചെയ്യുക, അതൊരു കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണോ അത് നീങ്ങുന്നത്? എന്റെ വാർഡില് BLA ആണ് ഞാൻ. എന്റെ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന BLA ആണ്, CPIയുടെ പ്രതിനിധിയാണ് ഞാൻ. BLAയുടെ കാര്യമല്ല, നമ്മൾ BLO ഓഫീസർമാരുടെ അതിലോട്ടാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ BLO എന്ന് പറയുന്നത് വിജയചാത്തന്നൂരാണല്ലോ. കടക്കൽ ഭാഗത്തുള്ള ഒരു അംഗൻവാടി ജീവനക്കാരി, പാവം ഒരു സ്ത്രീയാണ്. ഇന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ടത് പുരുഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം സ്ത്രീകൾ ഈ മേഖലയിൽ അന്യ സ്ഥലത്തുനിന്ന് വന്ന് ഓരോ വാർഡുകളിലും ഈ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത് 4ഓളം പ്രാവശ്യം ഈ BLA എന്നെ ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, എനിക്ക് പല കാര്യമായിട്ടും എനിക്ക് അസൗകര്യമുണ്ട്. താങ്കൾ തൊട്ടടുത്ത് ഏത് കിട്ടുന്ന പാർട്ടിക്കാരുമായി നിങ്ങൾ അവിടെ കൊണ്ടുചെന്ന് ഈ ദൗത്യം പൂർത്തിയാക്കണം. ഈ 4 പ്രാവശ്യം ഞാൻ എന്റെ വാർഡിൽ നിന്ന് മാറി താമസിക്കുന്ന ആളാണ്, വോട്ടർ. അപ്പോൾ എന്റെ വീട്ടിൽ 2 പേർക്ക് അവർ വന്നതിന്റെ അന്ന് തന്നെ ഈ ഫാറം ശരിയാക്കി അവർ അന്ന് തന്നെ കൊടുത്തു. ഞാൻ മറ്റൊരു വാർഡിലായത് കാരണം എന്റെയും ഭാര്യയുടെയും അവിടെ ചേർക്കാൻ പറ്റിയില്ല. 4 പ്രാവശ്യം അവർ ആ വീട്ടിൽ വന്നു. അവർക്ക് ആ ജോലിയോടുള്ള കൂറാണ് ആ 4 പ്രാവശ്യം. എന്നെ ബുദ്ധിമുട്ടിക്കുകയോ പിന്നെ ഒന്നിനോ അവർ വന്നില്ല. അതിനർത്ഥം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ദൈവം മനധൈര്യം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു തൊഴിലിലും അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വാർഡിലെ BLA ആയിരുന്നു ആണെന്നുള്ള താങ്കൾക്ക് അത് കൂടുതൽ അതിന് നന്നായി അറിയാം.
തീർച്ചയായും സമ്മർദ്ദമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് പിന്നെ നമ്മൾ ഇതിനകത്തൊരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അതിൽ തർക്കം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധത കൂടിയ സ്ഥലമാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അടക്കം രാഷ്ട്രീയക്കാരായാലും യൂണിയൻകാരായാലും ഉദ്യോഗസ്ഥ യൂണിയൻ സംവിധാനത്തിലുള്ളവരായാലും ഒക്കെ അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ ഇന്നലെ വീഡിയോയിലൊക്കെ കേട്ടു, ഇടതുപക്ഷക്കാരോ CPM-ന്റെ ഒക്കെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ത് അസംബന്ധമാണത്? അദ്ദേഹത്തെ ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് സമയമുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ്, സർക്കാർ ജീവനക്കാരനാണ്. ഇനി സമയമുണ്ട്. ആ തീയതിയെ കുറിച്ചൊക്കെ ഞങ്ങൾ തന്നെ പാർട്ടിക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ തീയതി അല്ലെങ്കിൽ ആ തീയതിയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ നടപടി എടുക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മോനെ അടി വരും എന്ന് പറയുന്ന ലാഘവത്തിൽ എടുക്കേണ്ട കാര്യമുള്ളൂ. SIR പൂർത്തിയാക്കിയാൽ ഇതിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് ഒരാളെ എന്തെങ്കിലും തിട്ടൂരം കൊണ്ട് അദ്ദേഹത്തെ ജീവിതം അവസാനിപ്പിക്കും എന്നൊന്നും അങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുകയില്ല. ഇത് നമ്മുടെ ഈ ഇടതുപക്ഷത്തെയും എപ്പോഴും സാധാരണ ദോഷെതിർക്കുകൾ കണ്ടെത്തുന്നത് പോലെ ഇത് ഈ സർക്കാരിനെതിരെ ഒരു ആരോപണമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവരികയാണ്. മറ്റൊന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ അന്ധമായി രാഷ്ട്രീയം പറയുന്ന ആളുമല്ല. പക്ഷെ ലോൺ കൂടിയെന്നിരിക്കട്ടെ, ഈ ജോലി ഭാരം കൂടിയെന്നിരിക്കട്ടെ, ഉത്തരവാദി ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരുമാണ് അത് ഉത്തരവാദികള്. അല്ലാതെ ഈ കേരളത്തിലെ CPM-ഓ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷമാണോ ഈ ജോലി ഈ സംവിധാനം കൊണ്ട് നമ്മളെതിരല്ല. ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. 2002 ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. അദ്ദേഹമാണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. മറ്റുള്ളവരുമൊക്കെ സമാനമായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, സമ്മർദ്ദമുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ ആ സമ്മർദ്ദത്തിനൊരിക്കലും ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ ആ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടവരല്ല. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയകുമാർ നമസ്കാരം പറയുന്നു. എന്തായാലും റോഷൻ ശങ്കർ പറയുന്നു നമസ്കാരം കിരൺ സാർ എന്ന് പറയുന്നു. ജയകുമാർ രാജേഷിനെ കൊല്ലണോ കിരണേ എന്നൊക്കെ ചോദിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെയൊന്നും SIR ഫോം ഇതുവരെ കിട്ടിയില്ല എന്ന് ശ്രീദേവി പറയുന്നു. SIR ഫോമുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ശ്രീദേവി. അത് കിട്ടുമായിരിക്കും താങ്കളുടെ സ്ഥലത്തും, എനിക്കറിയില്ല ഏത് സ്ഥലമാണെന്നൊന്നും. ഇതൊക്കെ കണ്ണൂരിൽ നടക്കും, ഞങ്ങളുടെ നാട്ടിൽ നടക്കില്ല. ഇവിടെ ആർക്കും പ്രവർത്തിക്കാം, BLOയുടെ കൂടെ പോണേൽ ആർക്കും പോകാം, അത് മര്യാദ എന്ന് സുനിൽകുമാർ പറയുന്നു. സാധാരണ പാർട്ടികളുടെയൊക്കെ ഇപ്പം നമ്മളെ വിളിച്ച രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഇപ്പം CPIയുടെ പ്രതിനിധിയായിട്ട് പോകുന്നതാണ്. അങ്ങനെ ഏത് പാർട്ടിയുടെയും പ്രതിനിധിയായി BLA ഏജൻറ്റുമാരായി പോകുന്നതിന് തടസ്സമൊന്നുമില്ല. മറ്റൊന്ന് ഗോളാന്തര യാത്രയുടെ ചില വിശേഷണങ്ങളൊക്കെയാണ്. ഗോളാന്തര യാത്ര അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായമാണ്. ബാലകൃഷ്ണൻ ഇയാളൊരു പ്രശ്നമാണ് എന്ന് മെഹൂവി വ്ലോഗ്സ് പറയുന്നു. ബാലകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് കള്ളമാണെന്ന് കിരൺ സാർ എങ്ങനെ മനസ്സിലാക്കി? എല്ലാം പറയുന്നവർക്ക് താങ്കൾ മാത്രമാണെന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, ബാലകൃഷ്ണനോട് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു, വടകരയിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. എത്ര സമയം കൊടുത്തു? സമയം കൊടുത്തപ്പോഴൊന്നും അദ്ദേഹം അത് പറയുന്നില്ല. വടകര അങ്ങനെ പറയുന്ന സ്ഥലത്ത് കണ്ണൂരിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വടകര അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ സമയം കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ വടകരക്കാർ തന്നെ എത്ര മനുഷ്യരുണ്ട്, അവർ കേട്ടിട്ട് അത് ശരിയാണോ തെറ്റാണെന്ന് അവർ തീരുമാനിച്ചോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അന്നേരം അത് പറയുന്നില്ല, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കള്ളം പറയാൻ വേണ്ടി ആവർത്തിച്ച് എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ പറയുന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹത്തെ ഞാൻ വിളിക്കാതിരിക്കുന്നൊന്നുമില്ല, അദ്ദേഹത്തെ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുന്നൊന്നുമില്ല. അത് എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദയാണ്. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നവരല്ലാതെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അവരെ ആരെയും നാളെ മുതൽ എന്നാൽ നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞ് എടുക്കുന്നവരല്ല. ആ ഒരു ജനാധിപത്യ മര്യാദ എപ്പോഴും കാണിക്കുന്നു എന്നതുകൂടി ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ആലോചിക്കണം ശ്രീ സുനിൽകുമാർ.